ഹായ് ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ മീൻ പിടിക്കാൻ മാത്രം പോയാൽ പോരല്ലേ, വീട്ടിൽ വന്നിട്ട് കറിയും കൂടെ വെക്കണ്ടേ. അപ്പം ഒന്ന് മുളക് അരച്ച് ചാറും ഒരെണ്ണം തേങ്ങായി വരച്ച് പിന്നെ കുറച്ച് വറുക്കുകയും ചെയ്തു കേട്ടോ. നമ്മൾ ഈ കഴിഞ്ഞ ഇടയ്ക്കൊന്നും ഇത്രയും കൂടുതൽ ഒറ്റ മീൻ തന്നെയാണ് ഇത്, ഒരുപാട് മീനില്ല, ഒരു മീൻ തന്നെ നമ്മൾ ഈ തെറ്റാലി ഇട്ട് മീൻ പിടിക്കാനങ്ങാണ്ട് പറയും, അതിന് വേറെ പേരൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. അങ്ങനെ കിട്ടിയ ഈ മീനാണ് അത്. നമുക്കിങ്ങനെ മുളക് അരച്ച് കറി വെക്കുന്നതും അതേപോലെ തന്നെ തേങ്ങ അരച്ച് കറി വെക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാവേ. അപ്പം വെട്ടി കഴുകി ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. ഇതിന് ഏറ്റവും കൂടുതൽ നെയ്യാണ് കേട്ടോ ഈ മീന്. പിന്നെ പൊരിക്കുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇതുപോലെ പല പ്രാവശ്യം ഇങ്ങനെ ആറ്റി മീൻ പിടിച്ചിട്ട് വരുമ്പോൾ ഉണ്ടല്ലോ, മൂത്തതൊക്കെ ആയിരിക്കും, ചിലപ്പോൾ സിലോപ്പി ആയിട്ടും കരിമീൻ എന്താണെങ്കിലും ഒരുപാട് മൂത്ത് കഴിയുമ്പോൾ വറുത്ത് കഴിയുമ്പോൾ റബ്ബർ പന്ത് പോലെ കിടക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു കുറച്ച് വറുത്താൽ മതി, അതല്ലാതെ കുറച്ച് നമുക്ക് കറി വെച്ച് വെക്കാം. അപ്പം മുളകിട്ട് ചാറ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 1-2 ദിവസം വെച്ച് കൂട്ടാൻ പറ്റും. തേങ്ങ അരച്ചതാണെങ്കിൽ അന്ന് തന്നെ അത് കൂട്ടി തീർക്കണം, ഇല്ല പിന്നെ ചൂടാക്കാനും പറക്കാനൊക്കെ നിൽക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് ആദ്യം തന്നെ നമുക്ക് മുളക് അരച്ച ചാറ് എങ്ങനെ വെക്കും നോക്കാവേ. ചട്ടി ഞങ്ങൾ മാറ്റി കേട്ടോ. ആദ്യ ചട്ടിയിൽ എന്തോ പൊട്ടലും ചീറ്റലും ഒക്കെ കൊടുത്തിട്ടുണ്ട്. മറ്റിമീൻ എന്ന് പറഞ്ഞാൽ 2 ആയിട്ട് ഞങ്ങൾ വെക്കാൻ പോകുന്നത്, ഒന്ന് തലയും കഷ്ണങ്ങളും പിന്നെ തേങ്ങ അരച്ചത്. നമ്മൾ ഇതിൻ്റെ അകത്ത് വെറും മുളക് പൊടി മഞ്ഞൾപ്പൊടി മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ, മല്ലിപ്പൊടി ചേർക്കുന്നില്ല. 2 ദിവസം വെച്ച് കഴിക്കാമല്ലോ നമുക്കാണ്. തേങ്ങ അരച്ച് കറി വെക്കുന്നത് കുറച്ച്, അപ്പോൾ അത് തേങ്ങ അരച്ച് വെക്കുന്ന നമുക്കിപ്പോൾ കപ്പയ്ക്ക് കൂട്ടാമല്ലോ. മീൻ കുറച്ച് അധികം ഉള്ളതുകൊണ്ട് ഇതിലേക്ക് മുളക് പൊടി കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. മുളക് പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് ഉലുവാപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇത് നല്ലോണം എണ്ണയ്ക്കകത്ത് മൂപ്പിച്ചെടുക്കും. ഇനി ഉപ്പും പുളിയും കൂടെ ഇട്ട് കൊടുക്കും. പുളി വെള്ളവും ഉപ്പും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. ഇത് നല്ലോണം എണ്ണ തെളിഞ്ഞ് വരുമ്പോഴത്തേനും ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കണം. നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. കറിവേപ്പില പഞ്ഞമായതുകൊണ്ട് ശകലം വാടിയതൊക്കെ ആയിരുന്നു, അതുകൊണ്ട് കുറച്ച് ഇട്ടിട്ടുണ്ട്. കറി നല്ലോണം തിളച്ചിട്ടുണ്ട്. അരപ്പേ തിളച്ചിട്ടുള്ള കഷ്ണം ഇട്ടിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ കഷ്ണം നമുക്ക് ഇട്ട് കൊടുക്കും. അതിൻ്റെ ഇടയ്ക്ക് എനിക്കിവിടെ വിശക്കുന്നെന്ന് പറഞ്ഞ് ഒരാൾ സിഗ്നൽ തരാൻ തുടങ്ങി. ആരുമല്ല, ഇത് പോളി തരാവേ. അമ്മ ഒന്ന് കറി വെച്ചോട്ടോ കേട്ടോ. അവിടെ ഇരിക്കും, തരാം. ഇത് പൊന്നവിടെ ഇരിക്കും. തലയും കുറച്ച് പീസ് മീനും കൂടെയാണ് ഇടാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് തല ഇട്ട് കൊടുക്കാം. നല്ല നെയ്യുള്ള സാധനമാണ്. പാടിൻ്റെ കരച്ചിൽ കേട്ടോ, നല്ല പാള കുറഞ്ഞ പീസാണ്. സെറ്റായി വന്നു. നല്ലോണം എണ്ണയെല്ലാം ഇറങ്ങി. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു പച്ചമീൻ പോലെ, ഇത് ഒത്തിരി വെന്ത കഴിഞ്ഞ് ബോൾ പോലെ ആവും, റബ്ബർ പോലെ ആവുമെന്നറിയില്ല. കാരണം അത്രയും വൃത്തിയൊരു സാധനമാണ്. കിടക്കട്ടെ. ചൂടായി വരുമ്പോൾ ഒരു വഴി കൊടുക്കും. അജ്മീൻ്റെ കാര്യം
വറുക്കാനും അറിയില്ല. അതേപോലെ തന്നെ കറി വെച്ച് കൊടുക്കും. ഇനി വറുക്കാനോ പൊരിക്കാനോ മുളക് പൊടി തേങ്ങായും മുളകും വലിയും വറുത്തരച്ച് വെക്കാനോ അല്ലെങ്കിൽ മുളക് പൊടിയും വലിയും ഇട്ട് വറുത്തരച്ച് വെക്കാനോ എല്ലാം ഇഷ്ടമാണ്. പക്ഷേ കൂട്ടുന്ന മാത്രം ഇഷ്ടമില്ല. അതിനി എത്ര നല്ല സൈസ് മീനാണ് ഉലുവ അവിടെ ചൂടായി വന്നിട്ടുണ്ടെങ്കിൽ ഈ എടുത്ത് വെച്ചിരിക്കുന്നത് നേരത്തെ മറ്റേ കറിക്കുകളെടുത്ത് അതേ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ അകത്തേക്ക് അരപ്പ് ചേർക്കുന്നത് ഞാൻ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ചേർക്കുന്നത്. മല്ലിപ്പൊടി ഇതിനകത്ത് ചേർക്കുന്നത് തേങ്ങ ഇച്ചിരി അരയ്ക്കുന്നത് മല്ലിപ്പൊടി ഇതിലേക്ക് ചേർക്കുക. അതേപോലെ തക്കാളി ഇത് എണ്ണയിൽ വഴറ്റുന്നില്ല. അരപ്പൊക്കെ ഇട്ടതിന് ശേഷം അതിലേക്ക് പച്ചയായിട്ട് തന്നെ തക്കാളി വെച്ച് കൊടുക്കും. മീൻകറി എന്ന് നോക്കിക്കേ, മുളക് മാത്രം അരച്ച മീൻകറി നല്ല എണ്ണയൊക്കെ വന്ന് സെറ്റായിട്ടുണ്ട്. പക്ഷേ ഈ മീൻകറി ഇന്നെടുത്ത ടേസ്റ്റ് കാണുന്നില്ല, നാളെ രാവിലെ അടിപൊളി. ഒരു സങ്കടമുണ്ട് കേട്ടോ, പിള്ളേർ 2 പേരും ഇല്ലാത്തതുകൊണ്ട്. കൂട്ടുന്ന ആൾക്കാർ ആ 2 പേരുമാണ്. പക്ഷെ ഇവിടെ ചെറിയ ആള് വലിയ ഏതെങ്കിലും ഒരു കറി ഉണ്ടെന്നുണ്ടെങ്കിൽ അതേ മാത്രം പിടിച്ചുകൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, ചോറുമ്പതി സ്കൂളിൽ കൊടുത്തു വിട്ടാലും അത് തന്നെ, വീട്ടിലാണെങ്കിലും അത് തന്നെ, ഏതെങ്കിലും ഒരു ഐറ്റം. ചെറിയങ്ങൾ മറ്റവളുമാർ 2 പേരും അങ്ങനെയല്ല, എത്ര ഉണ്ടെന്ന് പറഞ്ഞാലും തികയില്ല. ഇതുണ്ട്. അപ്പോൾ നമ്മുടെ മീൻകറി ഒക്കെ സെറ്റായിട്ടുണ്ട്. ഞാൻ ഏറ്റവും കുറച്ച് ആണ് വെച്ചിരിക്കുന്നത്. എണ്ണ അങ്ങോട്ട് തെളിയട്ടെ എന്ന് ഓർത്തായിരുന്നു കേട്ടോ. മീനിൻ്റെ നെയ്യും ഉണ്ട്, നമ്മൾ ചേർത്ത് വെളിച്ചെണ്ണയും ഉണ്ട്. അപ്പോൾ ഈ കാര്യം ഇങ്ങനെ തന്നെ കിടക്കട്ടെ. നമ്മുടെ ഇതെല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പം ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഈ മുളക് പൊടിയും മല്ലിപ്പൊടിയും പിന്നെ മഞ്ഞൾപ്പൊടി ചേർത്തില്ല, ഞാൻ തേങ്ങയ്ക്കകത്ത് അരച്ചിട്ടുള്ളത് കൊണ്ട്. ഉലുവാപ്പൊടിയും ഉണ്ട് കേട്ടോ. ഇതിൽ ഇച്ചിരി ഞാൻ പിന്നെ എണ്ണ കുറച്ചിട്ടുണ്ട് മഴക്കണ്ട. അതിൽ ഒത്തിരി എണ്ണയായി. ഇതിൽ നെയ്യും ഉള്ളതുകൊണ്ട് അത്ര എണ്ണ ഞാൻ ചേർത്തില്ല. പുളിവെള്ളം ഒന്ന് കൂട്ടി കൊടുക്കാം. ഉപ്പും കൂടെ ഉപ്പെടുത്തണം. തേങ്ങ കൂടെ വെച്ചു, തേങ്ങ എടുത്ത് അരച്ചു. ഈ തേങ്ങയ്ക്കകത്ത് നമ്മൾ അരച്ചേക്കുന്നത് ഇഞ്ചിയും ഒരു ശകലം, ഒത്തിരി ഇല്ല കേട്ടോ, ഒരുപാട് ഇഞ്ചിയില്ല. ഇഞ്ചിയും മഞ്ഞൾപ്പൊടിയും തേങ്ങയും കൂടെയാണ് അരച്ചേക്കുന്നത്. ചെറിയ ആൾക്ക് തേങ്ങ അരച്ച് മഞ്ഞക്കറി വെക്കെന്ന് പറഞ്ഞു. അപ്പോൾ മഞ്ഞ വേറെ നമ്മൾ മപ്പാസൊക്കെ വെക്കുന്ന പോലെ വെക്കാന്ന് പറഞ്ഞത്. പക്ഷെ അതങ്ങനെ ഇത് പറ്റിയല്ല. നമ്മുടെ അരപ്പിടിച്ച് കൊടുക്കുക. ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ എടുക്കുകയല്ല കേട്ടോ, ഇത് നാളെ എടുക്കുള്ളൂ. തലയൊക്കെ ഇതിൻ്റെ അകത്തായിപ്പോയി. തലയാണേലും നാളെ എടുക്കുള്ളൂ.
തിളച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കഷ്ണങ്ങളും കൂടെ ഇട്ട് കൊടുക്കാം. എന്നതാ ഇത്? അടിക്ക് ഞാൻ കേട്ടോ. ഇത് കണ്ടോ, ഒരു പീസൊക്കെ ഇത്രയും വലിയൊരു പീസാട്ടോ. ചെറുതൊക്കെ ഇടാൻ മൊത്തം ഇത് വറുക്കണം. ആദ്യം വറുത്തെടുക്കട്ടെ. പാലിൻ്റെ പാക്ക് വറുക്കാനാണ് വറക്കല്ലേ. ചെറിയ പീസൊക്കെ ഇടാം അല്ലേ? ഇത്ര വലിയ എനിക്ക് വറക്കാം. എനിക്ക് വരട്ടെ, അത് ഞാൻ വരട്ടെ. അതുണ്ടല്ലോ ഉണ്ട്. ഇത്ര മതിയല്ലേ? തേങ്ങ അരച്ച് കളിക്കുന്നത് എന്തെങ്കിലും പിടിച്ച് കൊടുക്കാൻ പറ്റുമോ? തേങ്ങ അരച്ച് പോരാ. ഓക്കെ, കേട്ടോ. ഒതുപ്പാകുക പിന്നെ എല്ലാം കഷ്ണങ്ങളൊക്കെ ഉപ്പ് പുളിയൊക്കെ പിടിക്കണം കേട്ടോ. നമുക്ക് അടച്ചു വെച്ചാൽ ഒരു വട്ടം കൂടെ ഞാൻ കാര്യം കാണിച്ചു തരാവേ. എങ്ങനെയുണ്ട് ഞങ്ങൾക്ക്? പക്ഷേ ഇതിൻ്റെ കോമ്പിനേഷൻ ഞങ്ങൾക്ക് ചെണ്ടമുടിയും കപ്പയാണ് ഇഷ്ടം കേട്ടോ. ഞങ്ങൾ കൊത്തിപ്പൊരുന്നില്ല. അതിന് വേവിക്കണം. വരുമ്പോഴത്തേന് വേവിച്ചാൽ മതി. മണത്തിന് ശേഷം നമ്മുടെ തേങ്ങ അരച്ച കറിയും അതിൻ്റെ പനിയൊക്കെ ചെടിയും ഇത് നമ്മൾ ഈ ഒരു കുറച്ചിടും. നല്ല എണ്ണ റെഡി. ഒരു മീൻകറി റെഡി. കറിയും റെഡി. തേങ്ങ അരച്ച കറിയാണ് ഞങ്ങളിപ്പോൾ എടുക്കുന്നത്. ഞങ്ങൾ കഴിക്കാനായിട്ട് മീൻ വറുത്തിട്ടില്ല, ഒന്ന് ഉച്ചയ്ക്ക് ഇറക്കാൻ നിർത്തും. ചമ്മന്തി പോവാണ്. ഒരുപാട് എണ്ണ ഒഴിക്കാത്തത് കൊണ്ട് 2 മീൻ വെച്ച് ഞാൻ ഇടുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ 2 സൈസ് മീൻകറിയും മീനും വറുത്തു, കപ്പയും പുഴുങ്ങി കേട്ടോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബൈ. അസ്സലാമു അലൈക്കും.